നോമ്പിനാണ് പർച്ചേസ് ചെയ്താണ് നിധിക്ക് സാധനം വരാനുണ്ടല്ലേ കണ്ടായിരുന്നു. നോമ്പ് കഴിഞ്ഞാലും പടത്തന്നെ കണ്ടായിരുന്നു. അപ്പൊ നോമ്പിനില്ല പർച്ചേസിന് പോയതാണ്. നോമ്പിനില്ല പർച്ചേസിനല്ല, ഞങ്ങൾ പുറത്തു കൊണ്ടൊരു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ പോയപ്പോൾ തിരിച്ചു പോന്നപ്പോൾ പാത്തുൻ്റെ മീപ്പിയൊക്കെ ഉണ്ടായിട്ടോ. തിരിച്ചു വന്നപ്പോൾ നോമ്പിനില്ല പർച്ചേസും കൂടി ചെയ്താണ്ട് അപ്പോൾ ഞങ്ങൾ പോന്നപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയതാണ് അറിയ. അപ്പോൾ നോമ്പിൻ്റെ പർച്ചേസാണ് പാത്തുവിൻ്റെ അറിയ. ഞങ്ങൾ രാവിലെ അങ്ങോട്ട് പോയപ്പോൾ അവർക്ക് ചായ കുടിക്കണം എന്നാണ്. അപ്പോൾ ചായ എടുക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറുകയാണ് അറിയ. റിയക്കും എനക്കും ചായ കുടിക്കണം എന്നാണ്. ചായയൊക്കെ കുടിച്ചിട്ട് വേറെ ആവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങിയിരുന്ന. അപ്പം ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയിടോ. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളതെന്നറിയാം. തന്നെ രാവിലെ മുതൽ മുട്ടായി അങ്ങനെ ഇനി മുട്ടായി ആണെന്നാണ് തർക്കിക്കണം അറിയാം. സേമനെ കാണോ? മതി സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോഴാണ് ചതി മനസ്സിലായത്. എന്താ വെച്ചാൽ പാത്തുവിന്റെ അമ്മീപ്പി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഓലടി ഇന്നിപ്പോൾ ഇത് വാങ്ങണ്ടെന്നും പറയാൻ പറ്റില്ല, അത് എടുക്കണ്ടെന്നും പറയാൻ പറ്റില്ല. ലോക്കൽ സാധനം എവിടെയും തന്നെ എടുത്തെടുക്കാനും കൊല്ലാത്ത 10 പേര് നമ്മൾ മുതലാക്കി അതിൽ അറിയാം. അത് നിൽക്കണ്ട, അത് ഞങ്ങൾക്ക് അവിടെ നിൽക്കുക. എന്തായാലും ഒരുവിധം സാധനമൊക്കെ അവിടെ നിന്ന് പെറുക്കിയെടുത്തു അറിയാം. എന്താ വെച്ചാല് വലിയൊരു ആവൊന്നുമില്ല. രാവെന്ന് ചെറിയ ചിലതിനൊക്കെ ഉറുപ്പേന്റെ വ്യത്യാസം ഉണ്ട്. അവിടുന്ന് വാങ്ങണ അറിയാം, നമ്മളെ കുഞ്ഞാപ്പാന്റെ വീടിൽ നിന്ന് വാങ്ങണൊക്കെ ഒരേമാതിരി തന്നെയാണ് അറിയാം. വലിയ വ്യത്യാസം. നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങണമായിരിക്കും 5 റുപ്യ കൂടുതലാണ് അവിടെ. പിന്നെ സ്ഥിരമായിട്ട് വാങ്ങണ ഓരോ സാധനത്തിനൊക്കെ 2 റുപ്യ 3 റുപ്യ കൂടുതലാണ്. സൂപ്പർ മാർക്കറ്റ് വിലക്കൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല, വെറുതെയാണ് സൂപ്പർ മാർക്കറ്റ്. പിന്നെ എന്താ പറയുക, ഒരുമിച്ച് സാധനം കിട്ടും, ഒരു സ്ഥലത്ത് നിന്ന് തന്നെ വാങ്ങാം. പിന്നെ ഒരു പവർ കട്ടിങ്ങാണ്ട് സാധനം എടുക്കും ചെയ്യും. അത്രേ ഉള്ളപ്പോൾ സൂപ്പർ മാർക്കറ്റിന്റെ കഥ അറിയില്ല, വിലക്ക് വ്യത്യാസമില്ല. പിന്നെ ചില സാധനത്തിനൊക്കെ ക്വാളിറ്റിക്ക് വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന സാധനത്തിന് തന്നെ ഭയങ്കര വില 2 റുപ്യ 3 റുപ്യ കൂടുതലാണ് സൂപ്പർ മാർക്കറ്റിൽ അറിയാം. വെറുതെ ആൾക്കാർ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ട്. അപ്പൊ എന്തായാലും ഏകദേശം സാധനമൊക്കെ എടുത്തു അറിയാം. ഞങ്ങള് ആകെ 4-5 സാധനം എടുത്തിട്ടു. അത് ബില്ലടിച്ചപ്പോ തന്നെ നമ്മള് ബോധം കെട്ട് പോകണേ. അപ്പൊ ബില്ലിങ് വന്നടിച്ചപ്പോ അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ ബില്ലിങ് അടിച്ചിറങ്ങിയപ്പോ 2ാമത്തെ പണി കിട്ടി. നാളെ നോമ്പാണ് എന്നൊക്കെ കഴിച്ചിട്ട് പോവുക. അങ്ങനെ കുട്ടികളും ഏതായാലും നോക്കിയിട്ട് നടക്കില്ല. അപ്പോൾ തന്നെ പണക്ക് കാറ്റാണ്. അങ്ങനെ അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് വീണ്ടും പൊറാട്ടയൊക്കെ തിന്നു. ഞാൻ ബിരിയാണി പൊറാട്ട മതിയാണ്. അങ്ങനെ അങ്ങനെ കഴിക്കണം. വീട്ടിൽ വന്നിട്ട് പാത്ത് തരികയാണ് എന്തൊക്കെ കിട്ടാത്ത. പിന്നെ എന്താ പറയുക, നമ്മളെന്ത് സാധനം വാങ്ങിക്കൊടുത്താലും വീട്ടിൽ വേണ്ടെന്ന് കാണല കണ്ടിട്ടില്ലെങ്കിൽ പൊറുതിയുടെ കരം പെണ്ണുങ്ങളാകുമ്പോളേ. അപ്പൊ എന്തൊക്കെ ഇനി കമ്മിയില്ല, എന്തൊക്കെ വാങ്ങാത്തതെന്ന് നോക്കി തരികയാണ്. ഇനി 8ന്റെ പണിക്കില് ബാക്കി തരികയാണ്. അത്യാവശ്യത്തിനൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി തരികയാണ്, ബാക്കിയില്ല എന്തൊക്കെയല്ലേ നോക്കിയാണ്ട് അറിയാം. അപ്പൊ അതിന്റെ പരിപാടിയുടെ ഭാഗത്ത് ഇങ്ങനെ അടുക്കി വെക്കാണ്. അപ്പൊ ഇതൊക്കെയാണ് സാധനം വാങ്ങിയിട്ടില്ലത് അറിയാം. കുറച്ചന്നെ ഉള്ളൂ. അത്യാവശ്യം ഞങ്ങളാകെ 4 ആളല്ലേ, 4 ആൾക്കുള്ള സാധനം അതന്നെ ഏറെയാണ്. അതിന്റെ ബാക്കിയൊക്കെ ഒരു നോമ്പിനും കൂടി ഇല്ല ഉണ്ടാവും അറിയാം. അപ്പൊ ഇതൊക്കെ വാങ്ങിക്കൊടുന്ന് നോമ്പ് വരികയെന്ന് പറഞ്ഞാൽ നോമ്പ് പെരുന്നാള് ഇതിനെ കഴിഞ്ഞിട്ടാണ് നല്ല ഒരു തലവേദന മാറുക. നമുക്ക് നോമ്പിനാണ് ഏറ്റവും ചെലവ് വരിക, അല്ലാത്ത ദിവസം ചെലവ് കമ്മിയാക്കാരെന്ന് പറയാം. അപ്പൊ സ്വത്തൊക്കെ കുപ്പിയിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സാധനക്കാണ് നോമ്പിനാണ് പർച്ചേസ് ചെയ്താണ്. നിധിക്ക് സാധനം വരാനുണ്ടല്ലേ. നമ്മളെ കണ്ടായിരുന്നു, നോമ്പ് കഴിഞ്ഞാലും പടത്തന്നെ കണ്ടായിരുന്നു.
പിസ്ത എന്തിനാ നോമ്പിന് പർച്ചേസ് ചെയ്തിക്കണ്? ഇന്ന് ചോക്ലേറ്റ് എടുത്തു. ഞങ്ങള് പച്ചരി വാങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പൊ അജിമിന്റെ പിന്നെ പത്തിരിപ്പൊടി ഇല്ല, ഇതിന് ഓഫർ എന്നറ റൈസ് പൊടിക്ക്. അപ്പൊ അതാണ് വാങ്ങിയറ. നല്ലതാണ്.